വൈക്കത്ത് വീട്ടിൽ വൻ കവർച്ച. വീടിന്റെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 55 പവൻ സ്വർണവും ഡയമണ്ടുകളും പണവും മോഷണം പോയി. വൈക്കം നഗരസഭ 9-ാം വാർഡ് തെക്കേനാവള്ളിൽ എൻ പുരുഷോത്തമൻ നായരുടെ വീട്ടിലാണ് മോഷണം നടന്നത്. തിങ്കളാഴ്ച രാത്രിയിലാണ് മോഷണം നടന്നതെന്നാണ് നിഗമനം. വീട്ടിലുള്ള പുരുഷോത്തമൻ നായരും ഭാര്യ ഹൈമവതിയും മകൾ ദേവി പാർവതിയും തിങ്കളാഴ്ച രാത്രി 9:30 പരിചയക്കാരനായ ഡ്രൈവർ രാജേഷും അടിയന്തര ആവശ്യവുമായി ബന്ധപ്പെട്ട് ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയി. വീട്ടുകാരെ ആശുപത്രിയിലാക്കിയ ശേഷം രാജേഷ് തിരികെ വാഹനം വീട്ടിൽ കൊണ്ടുവന്നിട്ടു. വൈകിട്ട് ഇവർ തിരികെ വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. പുറത്തുനിന്ന് കതകിന്റെ പൂട്ടു തുറക്കാൻ നോക്കിയപ്പോൾ സാധിക്കാതെ വന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മോഷണം നടന്നതായി കുടുംബത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. വീടിന്റെ സമീപത്തുണ്ടായിരുന്ന ഏണി ഭിത്തിയിൽ ചാരിവെച്ച നിലയിൽ പോലീസ് കണ്ടെത്തി. വീടിന്റെ ഓട് പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. 4 മുറിയിലെ സാധനങ്ങളും വാരി വലിച്ചിട്ട നിലയിലാണ് കണ്ടെത്തിയത്. വീട്ടിലെ അലമാരികളും വാതിലുകളും ഇരുമ്പുപാരയ്ക്ക് കുത്തി തുറന്നായിരുന്നു കവർച്ച. വിരലടയാള വിദഗ്ധർ എത്തി തെളിവുകൾ ശേഖരിച്ചു. ബുധനാഴ്ച ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തും. വൈക്കം ഡിവൈഎസ്പി ഇമ്മാനുവൽ പോൾ, SHOS ദ്വിജേഷ്, SI S പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അന്വേഷിക്കുന്നത്. ഇവർ സമീപ പ്രദേശങ്ങളിലെ CCTV ക്യാമറകളും പരിശോധിച്ചു. ന്യൂസ് ഡെസ്ക് യൂടോക്ക്.